ഡോക്ടർ മോഹൻ വർഗീസ്, ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ മറ്റന്നാൾ നടക്കാനിരിക്കുന്നത്. പ്രചാരണങ്ങൾ ചൂടുപിടിച്ചതായി നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഒന്നാം ഘട്ടത്തിലുള്ള പ്രചാരണം അവസാനിക്കുകയായിരുന്നു. കൊട്ടിക്കലാശമാണ്. മോദിയുടെ പ്രസംഗം ജംഗിൾ രാജ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ ജംഗിൾ രാജൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ടാകുമോ എന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ. കാരണം കഴിഞ്ഞ 20 വർഷമായി NDA ഭരിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി നിതീഷ് കുമാറാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരു മാറ്റം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പാകുമോ? ഏറെ കൗതുകം ജനിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തീർച്ചയായും ബീഹാറിൽ നടക്കുന്നത്. കാരണം വോട്ട് അധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി ജനങ്ങളെ സമീപിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്. കേന്ദ്രത്തിൽ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ നടപടിക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ജാതി സെൻസസ് ഒരു വലിയ വിഷയമായതിനു ശേഷം അതിന്റെ പ്രഭവ കേന്ദ്രമായ ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഇതെല്ലാം തന്നെ വലിയ പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. സ്റ്റേക്സ് വെരി ഹൈ. രണ്ട് വിഭാഗത്തിനും NDAയ്ക്കും മഹാഗഠബന്ധനും ഒരുപോലെ തന്നെ അഭിമാന പ്രശ്നമാണ്. ഒരു പരിധിവരെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് പോലും ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഇത് ജംഗിൾ രാജിനെ കുറിച്ച് ഉള്ള ഓർമ്മകൾ 20 വർഷത്തിന് ശേഷം ലാലു യുഗം അവസാനിച്ചിട്ട് 2 പതിറ്റാണ്ടായി. അതിനുശേഷം തുടർച്ചയായി 9 തവണയാണ് നിതീഷ് കുമാർ UPA മുന്നണിയിൽ നിന്നുകൊണ്ടും NDA മുന്നണിയിൽ നിന്നുകൊണ്ടും മാറിയും മറിഞ്ഞും ചാഞ്ഞും ചരിഞ്ഞും മുഖ്യമന്ത്രി പദത്തിൽ നല്ല മെയ്വഴക്കത്തോടുകൂടി 9 തവണയാണിത്. 10ാം ഊഴമാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ജയിച്ചു വന്നാൽ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ മഹാഗഠബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ ഉയർത്തിക്കാട്ടുന്നതിന് കോൺഗ്രസിന് ചെറിയ ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നത് മുൻകാലങ്ങളിലെ ഒരു ജംഗിൾ രാജിനെ കുറിച്ചുള്ള ലാലു റാബ്രി യുഗത്തിലെ ജംഗിൾ രാജ്, അരാജകത്വം നിറഞ്ഞതെന്ന് കരുതപ്പെടുന്ന ആ ഒരു യുഗം. അവിടെ ഒരുപാട് കൊള്ളിവയ്പ്പുകൾ, മോഷണം, പിടിച്ചുപറി, ക്രമസമാധാന നില തകർച്ച, അത് മാത്രമല്ല ചില വിഭാഗങ്ങളുടെ അഴിഞ്ഞാട്ടം, ഇതെല്ലാം തന്നെ വളരെ മോശപ്പെട്ട ഓർമ്മകളാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു 20 വർഷത്തിന് ശേഷം ആ ഓർമ്മകൾ വളരെ ദുർബലമായിരിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീകളുടെ വോട്ട് വളരെ നിർണായകമാണ് ബീഹാറിൽ. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും തിക്തഫലം അനുഭവിച്ചത് സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് വേണ്ടി വൻപൻ വികസന പദ്ധതികളാണ് രണ്ട് വിഭാഗങ്ങളും ഇപ്പോൾ പറയുന്നത്. നിരന്തരം നിതീഷ് കുമാറിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ വിമൻ വോട്ട്, ജാതി കണക്കുകളെല്ലാം തന്നെ നമുക്കറിയാം, ജാതി സമവാക്യങ്ങൾ വളരെ പ്രബലമാണ്. പക്ഷേ അതിനുപരിയായി വിമൻ വോട്ട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ബീഹാറിൽ. ഇപ്പോഴും മദ്യനിരോധനം കൊണ്ടുവരുമെന്നുള്ള നിതീഷ് കുമാറിന്റെ ഉറപ്പ് കഴിഞ്ഞ തവണയൊക്കെ മദ്യനിരോധനമാണ് സ്ത്രീ വോട്ടർമാരെ ഒരു തരത്തിൽ നിതീഷിലേക്ക് അടുപ്പിച്ചത്. ഈ പറഞ്ഞ പദ്ധതികൾക്കൊപ്പം തന്നെ മദ്യനിരോധനം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. പക്ഷേ ഈ മദ്യനിരോധനത്തിന് ശേഷം അവിടെ വ്യാജ മദ്യത്തിന്റെ ഒഴുക്ക്, അതിൽ കേസിൽപ്പെടുന്നവർ, അവിടെ അങ്ങനെ ജയിലിലായവരുടെ കണക്കൊക്കെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ദരിദ്രരായ ദളിത് വിഭാഗമാണ് ജയിലുകളിൽ കിടക്കുന്നത്. അതൊരു തിരിച്ചടിയാകുമോ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ്. അതോടൊപ്പം തന്നെ SIR ശേഷം സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ 2% കുറവ് വന്നിരിക്കുന്നു. അവിടെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണമാണ് പരമ്പരാഗതമായി ബീഹാർ തെരഞ്ഞെടുപ്പിൽ പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതലെങ്കിൽ പോലും വോട്ടേഴ്സ് ലിസ്റ്റ് അനുസരിച്ച് 7,50,00,000 വോട്ടർമാരുള്ളതിൽ പുരുഷന്മാരാണ് എണ്ണത്തിൽ കൂടുതലെങ്കിലും വന്ന് വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ സ്ത്രീകൾ പുരുഷന്മാരുടെ എണ്ണത്തേക്കാൾ 1-2% കൂടുതലാണെന്ന് കാണാം. അതിനുള്ള പ്രധാന കാരണം മൈഗ്രേഷനാണ്. ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ ഓഫ് മെൻ വർക്ക് ഫോഴ്സ് ടു അതർ സ്റ്റേറ്റ്സ്. അതാണ് പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല സ്ത്രീകൾ വളരെ ഒരു സംഘടിതമായി തന്നെ ചില ഇടങ്ങളിൽ വോട്ട് ചെയ്യാറുണ്ട്. അതിനൊരു കാരണം ഈ മദ്യ നിരോധന നയം നിതീഷ് കുമാർ അധികാരത്തിൽ ഉള്ളപ്പോൾ തങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ട് എന്നൊരു കണക്കാണ്. മാത്രമല്ല ഇപ്പോൾ 10,000 രൂപയാണ് ഈ 2-3 ഗഡുക്കളായി സ്ത്രീകളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ വന്ന് വീഴുന്നത്. 2 ഗഡു നൽകി കഴിഞ്ഞു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് സമാപിക്കുന്നതിന് മുൻപ് തന്നെ 3ാം ഗഡുവും കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ ദർ ഇസ് സംതിങ് ടു ഷോ ഇൻ ദ അക്കൗണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതിനെ കടത്തി വെട്ടുന്ന പുത്തൻ ജംബോ പ്രഖ്യാപനമാണ് തേജസ്വി യാദവിന്റെ ഭാഗത്തു നിന്ന് മഹാഗഠബന്ധന് വേണ്ടി വന്നിരിക്കുന്നത്. 30,000 രൂപയാണ് ഓരോ സ്ത്രീക്കും ഒരു വർഷത്തിൽ. അത് ജനുവരിയിൽ ആദ്യ ഗഡു അത് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ജനുവരി 2026 മഹാഗഠബന്ധൻ ജയിച്ചു വന്ന് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ 30,000 rupees in every woman's account. അത് ജീവിക ദീദി അംഗങ്ങൾക്കാണ് ഈ മാസം 30,000 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജാർഖണ്ഡ് മുക്തി മോർച്ച വിജയകരമായി നടപ്പാക്കിയൊരു പദ്ധതിയാണ്. അതിന്റെ ചൂട് പിടിച്ചാണ് അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നത്.
അത് മാത്രമല്ല 2.5 കോടി ഭവനങ്ങളിലേക്ക്, അത് എല്ലാ വീടുകളിലേക്കും. കാരണം 13 കോടി ജനങ്ങളാണ് ബീഹാറിലുള്ളത്. അതിലേതാണ്ട് 2.5 കോടി ഭവനങ്ങളുണ്ട്, വീടുകളുണ്ട് എന്നാണ് കണക്ക്. ആ ഓരോ വീട്ടിലും ഓരോ സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകും? അതും മഹാഗഠബന്ധന്റെ പോൾ പ്രോമിസ് ആണ്. ഇതൊക്കെ വൻപൻ പ്രോമിസുകളാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിലെ ഇപ്പൊ ഇന്ന് പോളിംഗ് പരസ്യ പ്രചരണം അവസാനിക്കുന്ന നിമിഷങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു, 1ാം ഘട്ടത്തിന്റെ. അപ്പൊ ആ ഒരു രീതിയിലുള്ള വൻപൻ പ്രഖ്യാപനങ്ങളിലൂടെ ജനമനസ്സുകളെ ഇളക്കാൻ 2 ഭാഗവും ശ്രമിക്കുന്നു. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് സമവാക്യങ്ങളിൽ, ജാതി സമവാക്യങ്ങൾ കൃത്യമായ ഫോർമുലയിൽ തന്നെയാണ് 2 വിഭാഗങ്ങളും പോകുന്നത്. NDA സംബന്ധിച്ചിടത്തോളം നോൺ യാദവ് OBCയുടെ അചഞ്ചലമായ പിന്തുണ, പ്രത്യേകിച്ചും കുർമി ഖൊയ്രി വിഭാഗങ്ങളുടെ പിന്തുണ നിതീഷ് കുമാറിനുണ്ട്. മുന്നാക്ക വിഭാഗങ്ങൾ, ഭൂമിഹാറുകൾ, അതുപോലെയുള്ള ഠാക്കൂർമാർ, ഇതെല്ലാം കൊണ്ടുവരുന്ന വോട്ടുകൾ BJPയും കൊണ്ടുവരും. അങ്ങനെ കൃത്യമായ ഒരു വോട്ട് ബേസ് അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ബേസിസിലാണ് NDA മുന്നണി മുന്നോട്ട് പോകുന്നത്. മറുപക്ഷത്ത് ഇന്ത്യ മുന്നണിക്കും അതേപോലെ തന്നെ ഒരു വോട്ട് ബേസ് ഉണ്ട്. യാദവ് ആൻഡ് മുസ്ലിം MY കോമ്പിനേഷൻ, പരമ്പരാഗതമായ മുസ്ലിം യാദവ് കോമ്പിനേഷൻ ഇപ്പോഴും ഇന്റാക്ട് ആയിട്ട് നിൽക്കുന്നു. അസദുദ്ദീൻ ഒവൈസിയുടെ AIM മുസ്ലിം മജ്ലിസ് ഇത്തിഹാദ് ചില വോട്ടുകളെല്ലാം കട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അവിടെയും ഒരു കാസ്റ്റ് ബേസ് കോയലീഷൻ ഉണ്ട്. 2 കാസ്റ്റ് ബേസ് കോയലീഷൻ തന്നെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. റിപ്പോർട്ടിന് ഒരു അഭിമുഖം നൽകിയുണ്ടായി. പക്ഷേ ഒവൈസിയുടെ പ്രതികരണമൊക്കെയും രാഹുൽ ഗാന്ധിക്കെതിരെയാണ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്.